ഹലോ അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കുള്ളൊക്കെ പലരും ചെയ്യുന്നത് ന്യൂ ഇയർ ആവുമ്പോഴാണ് പുതിയ ഡയറി വാങ്ങുന്നതും പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതും പുതിയ റെസൊല്യൂഷൻ എടുക്കുന്നതൊക്കെ. പക്ഷേ ഇനി നമ്മളൊരു ന്യൂ ഇയറിലേക്ക് എത്താൻ ഒരു 3 മാസം മാത്രമാണ് നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്. അതായത് 90 ഡേയ്സ്. നമ്മളിപ്പോൾ ഒക്ടോബർ പ്ലാനിംഗ് ഒക്കെ നടത്തിയവരാണല്ലോ അല്ലേ. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ 2025 എന്ന ന്യൂ ഇയർ ആകുമ്പോഴേക്ക് എത്തിപ്പെടാൻ നമുക്ക് ഈ ദിവസങ്ങളിലൊന്ന് പരിശ്രമിച്ചാലോ. നമ്മൾ എഴുതി വച്ചിട്ടുള്ള പല ഗോളുകളുണ്ടാകും, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുണ്ടാകും. പക്ഷേ ഇനിയും അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ന്യൂ ഇയർ വരെ കാത്തിരിക്കേണ്ടതുണ്ടോ? ആ ന്യൂ ഇയർ ആകുമ്പോഴത്തേന് നമുക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്ത് എന്നുള്ള ഒരു തോന്നലുണ്ടാക്കേണ്ടതല്ലേ. അതിനു വേണ്ടിയിട്ട് കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ ആയിട്ടാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 7 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഒന്നാമത് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഗോൾസാണ്. നമ്മൾ ന്യൂ ഇയർ ആയിരുന്ന സമയത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ഗോൾസുകളുണ്ടാകും, അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളുണ്ടാകും. അതിൽ നമ്മൾ എത്രത്തോളം അച്ചീവ് ചെയ്തു എന്ന് നോക്കുക. എന്തൊക്കെയാണ് ഇനി അച്ചീവ് ചെയ്യാൻ ബാക്കിയുള്ളത് എന്ന് നോക്കുക. ഈ 2024 എന്ന വർഷം തീരുമ്പോഴേക്ക് നമ്മൾ ലൈഫിൽ എന്താണ് ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹങ്ങൾ, ആ ഗോൾസ് എന്താ വെച്ചാൽ എഴുതി വെക്കുക. അത് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടോ, നമ്മളെ മണി റിലേറ്റഡ് ആയിട്ട്, നമ്മുടെ ഇബാദത്ത് റിലേറ്റഡ് ആയിട്ടോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടോ, കരിയർ റിലേറ്റഡ് ആയിട്ടോ, എന്തൊക്കെ ഗോൾസ് നമ്മളെ മനസ്സിലുണ്ട് അത് മുഴുവൻ നമ്മൾ എഴുതി വെക്കുക. നമുക്ക് എപ്പോഴും റിട്ടേൺ ഗോൾസ് ഉണ്ടാകണം, അല്ലെങ്കിൽ നമ്മുടെ ഗോൾസ് പലതും നമ്മൾ മറന്നു പോകും. പിന്നെ പല സമയത്തായിരിക്കും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് നിരാശപ്പെടുക. അപ്പോൾ ഒരു റിട്ടേൺ ഗോൾസ് ആണെങ്കിൽ നമുക്കത് എപ്പോഴും എടുത്ത് നോക്കാൻ കഴിയും. അപ്പോൾ എന്തൊക്കെയാണ് ഇനി ആവശ്യം, എന്തൊക്കെയാണ് നേടിയെടുക്കേണ്ടതുള്ളത്, അതിലേക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു കൃത്യമായിട്ടൊരു വിഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എല്ലാ ഗോൾസും എഴുതി വെക്കുക. എന്ത് റിലേറ്റഡ് ആയിട്ടായിക്കോട്ടെ, അത് തരംതിരിച്ചാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒന്നിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, എല്ലാ ഗോൾസും നമ്മൾ എഴുതി വെക്കുക. എഴുതുന്ന സമയത്ത് ബിസ്മില്ല ചൊല്ലിയിട്ട് എഴുതുക. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചിട്ട് ഞാൻ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ എഴുതി വെക്കുക. കാരണം പല കാര്യങ്ങളും നമ്മുടെ കയ്യിലായിരിക്കില്ല, അള്ളാഹുവിൻ്റെ കയ്യിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുക. ഈ എഴുതി വെച്ചിട്ടുള്ള ഗോൾസ് റിലേറ്റഡ് ആയിട്ട് തന്നെ നമുക്കൊരു ദുആ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കണം. ഈ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യേണ്ടത് കൂടിയുണ്ട്. നമ്മൾ ഓരോന്നിന് പരിശ്രമിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതൊരു എളുപ്പമായിട്ട് തീരുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ദുആ ബക്കറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക. ദുആ ബക്കറ്റ് ലിസ്റ്റിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറിയാത്തവരാണെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. രണ്ടാമത്തെ കാര്യം, നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു വിഷൻ ബോർഡാക്കിയിട്ട് തയ്യാറാക്കി വെക്കുക. അതായത് ഇപ്പോൾ നമുക്ക് നമ്മൾ കരിയറിൽ ഈ സ്ഥലത്തെത്തണം, അല്ലെങ്കിൽ ഞാൻ ഇത്രത്തോളം ഇബാദത്ത് ചെയ്യുന്ന ആളാവണം, എനിക്ക് നൈറ്റിൽ എണീറ്റ് കൃത്യമായിട്ട് തഹജ്ജുദ് നിസ്കരിക്കണം, ളുഹ കറക്റ്റ് ആക്കണം, അല്ലെങ്കിൽ 5 വക്ത് ഫർള് നിസ്കാരം ഓൺ ടൈം ആക്കണം, അല്ലെങ്കിൽ എൻ്റെ ഹെൽത്ത് വൈസ് ഞാൻ ഇത്തരത്തിലാകണം, എനിക്ക് ഇത്ര തടി കൂട്ടണം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര തടി കുറക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകുമല്ലോ. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ വെച്ചിട്ടൊരു വിഷൻ ബോർഡ് തയ്യാറാക്കുക. ആ വിഷൻ ബോർഡ് നമ്മളെപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത്, നമ്മളെ റൂമിലോ, അല്ലെങ്കിൽ നമ്മുടെ ഡോറിൻ്റെ ബാക്കിലോ, അല്ലെങ്കിൽ നമ്മൾ തുറക്കുന്ന ഡയറിയിലോ എവിടെയെന്ന് വെച്ചാൽ ചെയ്തു വെക്കുക. ഒരു സംഭവം നമ്മളെ കാഴ്ചയിലേക്ക് പതിപ്പിക്കുമ്പോൾ എപ്പോഴും ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ആഗ്രഹങ്ങളാണ് എന്ന കാര്യത്തിൽ നമ്മുടെ മനസ്സിലേക്കത് എന്താ പറയുക, വിഷനായിട്ട് കാണുമ്പോൾ നമുക്ക് കൂടുതലൊരു ക്ലാരിറ്റി ഉണ്ടാകും. അതിലേക്ക് നമ്മൾ എത്തിപ്പെടാനുള്ള ദൂരം കുറഞ്ഞു വരുന്നതായിട്ട് ഫീൽ ചെയ്യും. അതിനുവേണ്ടി നമുക്ക് നിരന്തരം പരിശ്രമിക്കാനുള്ളൊരു എനർജി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ വിഷന് എന്നുള്ള ഒരു ചിന്തയും എപ്പോഴും ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മളിൽ എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ആ കാര്യങ്ങളിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കുക. അതിന് വേണ്ടിയിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് വരച്ചൊക്കെ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, തേർഡ് ടിപ്സ്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ ഫസ്റ്റ് സെലക്ട് ചെയ്യുക, അതിലേക്ക് ഫോക്കസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ഗോൾസായിട്ട് എഴുതിയിട്ടുണ്ടാകും. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി നമുക്ക് പെട്ടെന്ന് തന്നെ നേടാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടാകും.
അതെന്താണെന്ന് വെച്ചാൽ അതിൽ 3 സെലക്ട് ചെയ്യുക. എല്ലാ കാര്യങ്ങളിലും ഓരോന്ന് വീതം സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിനു വേണ്ടി പരിശ്രമിക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാളാകണം എന്നുള്ള ഒരു ചിന്തയാണ് നമുക്കുള്ളത് എന്ന് വെച്ചാൽ അത് ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ കൊണ്ടുപോവുക. അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കേണ്ടി വരും, കുറച്ച് സമയം ഉറക്ക് ത്യജിക്കേണ്ടി വരും. ഇക്കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചിട്ട് അതിനു വേണ്ടി പരിശ്രമിക്കുക. ഇതുപോലെ എന്താണോ നിങ്ങളുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യം അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക. 4, നല്ലൊരു മോർണിംഗ് റൂട്ടീന് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നേരം വൈകി എണീക്കുന്ന ഒരാളാണെങ്കിൽ ആ ശീലം മാറ്റിയിട്ട് നേരത്തെ എണീക്കാൻ ശ്രമിക്കുക. രാവിലെ എണീക്കുന്നത് ഏതൊരു മതസ്ഥർക്കിടയിലായാലും ഏറ്റവും പുണ്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം തഹജ്ജുദിൻ്റെ സമയത്ത് എണീക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ സമയത്ത് അല്ലാഹു തആല ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരികയും എൻ്റെ അടിമകളുടെ പ്രാർത്ഥന സ്വീകരിക്കാനായി കാത്തു നിൽക്കപ്പെടുകയും ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പല വിവരണങ്ങളിലും കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ തഹജ്ജുദിൻ്റെ സമയത്ത് എണീക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ആ സമയത്ത് നല്ലൊരു മോർണിംഗ് റൂട്ടീൻ ഉണ്ടാക്കുക. നമ്മൾ ഫ്രഷ് അപ്പ് ആവുക. അതുപോലെ തന്നെ സ്കിൻ കെയർ ചൂസ് ചെയ്തിട്ട് അത് ചെയ്യുക. എക്സസൈസ് ചെയ്യുക. നമ്മുടെ ബോഡിക്ക്, നമ്മുടെ മൈൻഡിന്, അതുപോലെ നമ്മുടെ സ്കിന്നിന്, നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ സമയത്ത് ചെയ്യുക. അതുപോലെ നമ്മൾ കിച്ചണിലേക്ക് ഇറങ്ങുമ്പോൾ, ലേഡീസ് ആകുമ്പോൾ കിച്ചണിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ടൈം കണ്ടെത്തിയിട്ട് നമ്മുടെ മോർണിംഗ് റൂട്ടീൻ ഏറ്റവും ബെസ്റ്റാക്കി മാറ്റാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എല്ലാ മോർണിംഗിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞിട്ട് ഒരു മിനിമം ഒരു 3 എടുത്തു പറഞ്ഞിട്ട് അതിന് മനസ്സറിഞ്ഞിട്ട് അൽഹംദുലില്ലാ പറയുക. അള്ളാഹു തന്ന എന്തെങ്കിലും 3 അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞിട്ട്, അള്ളാഹു താല തന്നിട്ടുള്ള അനുഗ്രഹങ്ങളായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുക. പക്ഷെ നമ്മളൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ ആ അനുഗ്രഹങ്ങളൊന്നും കാണൂല, നമുക്ക് ഇല്ലാത്തത് ആയിരിക്കും കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ എന്നും മോർണിംഗിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. അള്ളാഹു താല തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എടുത്ത് പറഞ്ഞ് അൽഹംദുലില്ലാ പറയുക. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അത് നൈറ്റിലാകും ബെറ്റർ. നമുക്കുണ്ടായിട്ടുള്ള വിഷമങ്ങൾ ഞാൻ പുറത്തു കൊടുത്തിക്കണ് എന്ന നിലയിൽ നമ്മൾ ജേർണലിങ് എഴുതുക. അത് നമുക്ക് ലൈഫിൽ വളരെ എന്താ പറയുക, മനസ്സിന് ഭാരം കുറക്കുന്ന ഒന്നാണ് ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതും വളരെ നല്ലതാണ്. നമ്മുടെ 6ാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി ഫുഡ്, മൈൻഡ്ഫുൾനെസ്, റീഡിങ് ബുക്ക്. ഇതൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, അതുപോലെ തന്നെ നല്ല മൈൻഡ്ഫുള്ളായിട്ട് ഇരിക്കാൻ നോക്കുക. നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലിയിലും ഒരു മൈൻഡ്ഫുൾനെസ് നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുക. അപ്പോൾ നമുക്ക് മൈൻഡ്ഫുൾനെസ് കിട്ടും. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയാസ് ലിമിറ്റ് ചെയ്തിട്ട് ബുക്ക് റീഡ് ചെയ്യുന്നത് ചൂസ് ചെയ്യുക. നമുക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ബുക്സുകളുണ്ടാകും. അതിലേതെങ്കിലുമൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് റീഡ് ചെയ്യുക. ബുക്ക് റീഡ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് ഖുർആൻ തഫ്സീർ വായിച്ച് നോക്കാവുന്നതാണ്. അത് പഠിക്കാനും നമുക്കിപ്പോൾ പല അവസരങ്ങളുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തി ഖുർആൻ തഫ്സീർ ഓരോ ദിവസം ഇത്ര കണക്കിന് പഠിക്കുക. എന്നാൽ നമുക്ക് ദുനിയാവുക്കും ആഖിറത്തിലും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഏറ്റവും നല്ല ഒരു ബുക്ക് റീഡ് ചെയ്യുക, അല്ലെങ്കിൽ ഖുർആൻ തഫ്സീർ പഠിക്കുക. അങ്ങനെ എന്ത് കാര്യം ചെയ്യുമ്പോഴും മൈൻഡ്ഫുൾനെസ് ആയിട്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ സോഷ്യൽ മീഡിയേൻ്റെ ഉപയോഗം ലിമിറ്റ് ചെയ്യുക. ഒരു ദിവസം ഞാൻ ഇത്ര മണിക്കൂറേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കൂ എന്ന് നമ്മൾ തന്നെ ഒന്ന് ഇൻറ്റൻഷൻ വെച്ചിട്ട് അതുപോലെ ചെയ്യുക. എൻ്റെ ഇത്രയും ജോലികൾ തീരാതെ ഞാൻ ഫോൺ എടുക്കില്ല എന്ന് നമ്മൾ നിയ്യത്ത് വെച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യുക. ഫോണിൽ നമ്മൾ സമയം ഒരിത്തിരി നേരം ചിലവഴിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ തുടരെയായിട്ട് നമുക്ക് ഒരുപാട് സമയം ഫോണിൽ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയാസിൻ്റെ ഉപയോഗം നമ്മൾ തന്നെ ലിസ്റ്റ് ചെയ്യുക. 7ാമത്തെ ടിപ്പ് ജേർണലിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജേർണലിംഗ് എല്ലാ ദിവസവും എഴുതുക. അതായത് നമ്മൾ നൈറ്റ് കിടക്കാൻ പോകുന്ന സമയത്ത് നാളെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ടു ഡു ലിസ്റ്റ് ആക്കിയിട്ട് എഴുതുക. എന്തൊക്കെയാണ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഒരു ടു ഡു ലിസ്റ്റ് എഴുതുക. അതുപോലെ തന്നെ ഇന്ന് നടന്നിട്ടുള്ള നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും എഴുതി വെക്കുക. അതുപോലെ റോങ് തിങ് ടുഡേ, ഇന്ന് ഉണ്ടായിട്ടുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടാവും, അതും എഴുതി വെക്കുക. അത് നമുക്ക് നമ്മുടെ ഓരോ ദിവസവും അനലൈസ് ചെയ്യുന്നതിന്
അനലൈസ് ചെയ്യുന്നതിന് ഉപകരിക്കും. നാളത്തെ ദിവസം എങ്ങനെ ഒന്നും കൂടി ബെറ്റർ ആക്കാമെന്നതിനും നമ്മുടെ നാളെ രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങളിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്തുന്നതിനൊക്കെ നമ്മുടെ ഈ ജേർണലിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ടു ഡു ലിസ്റ്റ്. അത് ആരും മറക്കരുത്. കിടക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അദബുകൾ പാലിച്ചിട്ട് കിടക്കാനുണ്ട്. നമ്മുടെ ഇസ്ലാമികമായിട്ട് ഒരുപാട് റൂൾസ് ഉണ്ട്. അതും കൂടെ നമ്മൾ കിടക്കുന്ന സമയത്ത് ദിവസവും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല മൈൻഡ്ഫുൾനെസ് ആയിട്ടുള്ള കാമായിട്ടുള്ള ഉറക്കം കിട്ടും. അങ്ങനെ നമ്മൾ കാമായിട്ട് ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് രാവിലെ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് എണീക്കാൻ പറ്റും. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തേക്ക് അലാറം വെക്കാൻ മറക്കരുത്. ആ സമയത്ത് എണീറ്റിട്ട് നമ്മുടെ ഓരോ ദിവസത്തെ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുപോയാലേ നമുക്ക് അടുത്ത ദിവസവും അതുപോലെ കൺസിസ്റ്റൻസി ആയിട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അങ്ങനെ ആകുമ്പോഴേ നമ്മുടെ ഓരോ മന്തിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളും ഈ 3 മാസം കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളിലൊക്കെ എത്തിപ്പെടാൻ കഴിയും. ഒരു ദിവസം മുടങ്ങിപ്പോയി എന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ വെച്ച് നിർത്തിക്കളയാതെ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ 19 ഡേയ്സ് ചാലഞ്ച്. ഇൻഷാ അല്ലാ. അപ്പോൾ ഇതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അച്ചീവ് ചെയ്തെടുക്കുക ഇൻഷാ അല്ലാ. നമ്മുടെ ഗോൾസ് ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ വർക്ക്ഷോപ്പ് നടത്താറുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇൻഷാ അല്ലാ നമ്മുടെ ഈ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാവുന്ന തരത്തിൽ നമ്മളൊരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 15 ദിവസമാണ് നമ്മൾ വർക്ക്ഷോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാ. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ദിവസങ്ങൾ അതുപോലെ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകേണ്ടി വരും. നമ്മുടെ വർക്ക്ഷോപ്പ് വാട്സപ്പ് വഴിയാണ് ഉണ്ടാകുക. വാട്സപ്പ് ഗ്രൂപ്പ് വഴി കണ്ടക്ട് ചെയ്യാറുള്ള വർക്ക്ഷോപ്പാണ്. അപ്പോൾ അതിലാർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക ഇൻഷാ അല്ലാ. ഞാൻ നമ്പർ ഷെയർ ചെയ്ത് തരാം കേട്ടോ. നമ്മുടെ വർക്ക്ഷോപ്പിന് രജിസ്ട്രേഷനായിട്ടൊരു കുഞ്ഞു തുക, അതായത് 50 റുപ്പീസ് 50 രൂപ നമ്മൾ വാങ്ങിക്കാറുണ്ട്. കാരണം നമ്മളൊരു പൈസ കൊടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനിരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആത്മാർത്ഥത ഉണ്ടാകും. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ എൻ്റെ സമയത്തിന് എനിക്കൊരു വില ഉണ്ടാകുമല്ലോ. അതും മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കുറഞ്ഞ പൈസക്ക് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന കുറച്ച് മൊമെൻറ്റുകൾ നമുക്ക് ഒരുമിച്ച് ഇൻഷാ അല്ലാ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. പല കാര്യങ്ങളും നമുക്ക് ഒറ്റക്കാകുമ്പോൾ ചെയ്യുന്നതിനേക്കാളും ഇൻസ്പിറേഷനായിരിക്കും ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഈ വർക്ക്ഷോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.